ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ പ്രൊഫി, ഉറാറക്ക, ചെറോ അവർ മൂന്ന് പേരും ആ ട്വൈസിന്റെ അറ്റാക്കിൽ നിന്നും ഭയന്ന് അങ്ങനെ രക്ഷപ്പെട്ട് ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടുകയാണ്. ആണെങ്കിൽ അവരോട് പറയും, സത്യത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ കരുതി അത്രയും വേഴ്സ്റ്റ് അല്ല. കാരണം ആ ടോഗ പെണ്ണിന് അവൾക്ക് ട്വൈസിന് പകരം ഡബോറയോ അല്ലെങ്കിൽ ആൽഫാർ വണ്ണോ ആവാൻ കഴിയുമായിരുന്നെങ്കിൽ ഉറപ്പായ സിറ്റുവേഷൻ ഇതിനെ കഴിഞ്ഞ് ഒരുപാട് വേഴ്സ്റ്റ് ആയേനെ. ദൈവം നമ്മളോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത്. ടോഗയ്ക്ക് ഇഷ്ടപ്പെടുന്നവരെ മാത്രമേ അവളെ കൊണ്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിയൂ. ഇപ്പൊ അവർ ചിന്തിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ ടോഗയും ചിന്തിക്കുന്നത്. അവൾക്ക് ആക്ച്വലി ആൽഫാർ വണ്ണിനെയും ഡബോറയും ഇഷ്ടമാണ്. പക്ഷെ അവൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർ രണ്ടുപേരെയും പോലായി മാറാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല. കട്ട് ചെയ്ത ഇവിടെ കാക്കത്തലേനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ അറഞ്ചം പുറഞ്ചം ആൽഫാർ വണ്ണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓൾറെഡി നേരത്തെ തന്നെ ആണെങ്കിൽ ആളുടെ ഫുൾ പവർ എടുത്ത് അവനെ അറ്റാക്ക് ചെയ്തതാണ്. സോ കാക്കത്തലേന് ഇപ്പോൾ അല്പം കൂടി ഈസി ആയിട്ട് അത് ചെയ്യാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവരാണെങ്കിൽ ഇപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡാർക്ക് ഷാഡോ അത് അവിടുന്ന് പോവാതെ നോക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും ടീമായിട്ട് വർക്ക് ചെയ്ത് ആൽഫാർ വണ്ണിനെ പിടിച്ചു നിർത്താനും തകർക്കാനുമായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആൽഫാർ വൺ ആണെങ്കിൽ സമയം കടന്നു പോകുന്നതോറും കൂടുതൽ യങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അവന്റെ പവറും ഉയർന്നു വരും. അവനാണെങ്കിൽ പവർ കൂടുമ്പോൾ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കാതെ ഇത്രയും പെട്ടെന്ന് ഡബോറയുടെ അടുത്ത് എത്താനായിട്ട് ശ്രമിക്കും. കാരണം ഡബോറയുടെ അടുത്ത് എത്തിയാൽ മാത്രമേ അവൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യിക്കാനായിട്ട് കഴിയൂ. പക്ഷെ ചുറ്റുമുണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരെല്ലാവരും അവനെ തടയാൻ ശ്രമിക്കും. ഇപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർക്ക് ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ആ ട്രൈബ് മാൻ മാക്കിയ അവൻ അവിടേക്ക് ഓടി വരുന്നത്. ആൽഫാർ വണ്ണിനാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷം. അവൻ വിളിച്ചു പറയും, ആ വരുന്നവരെ എല്ലാവരെയും നീ അറ്റാക്ക് ചെയ്യണം. നമ്മുടെ ലക്ഷ്യത്തെ തടയാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ ഓക്സിനാണെങ്കിൽ അപ്പോഴും അവന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അനുകൂല സാഹചര്യം അതിപ്പോഴും നമ്മളോടൊപ്പം തന്നെയാണെന്ന് ഓക്സ് ആണെങ്കിൽ എല്ലാവരോടും പറയും. അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു മല അതങ്ങനെ ഉയർത്തിയെടുത്ത് മാക്കിയ ട്രൈബ് മാൻ ആണെങ്കിൽ ആൽഫാർ വണ്ണിന്റെ തലയ്ക്ക് തന്നെ ആഞ്ഞടിക്കുകയാണ്. ആൽഫാർ വൺ ആണെങ്കിൽ ആ ഒരു മല അത് തകർത്ത് കളയും. പക്ഷേ ആ മാക്കിയ എങ്ങനെ അവന് നേരെ തിരിഞ്ഞൊന്നും മനസ്സിലാവാതെ വണ്ടറടിച്ച് ഇപ്പൊ അവന്റെ തലയിലേക്ക് നോക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. അതിലാണെങ്കിൽ കരീഷ്മയും ജിൻസോയും അവർ രണ്ടുപേരും ഉണ്ടാവും. ആൽഫാർ വണ്ണിനാണെങ്കിൽ ഇപ്പൊ കാര്യം മനസ്സിലാവും. അവരെന്തോ ഒന്ന് ചെയ്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന്. നമ്മുടെ പർപ്പിൾ തലയും ജിൻസോ ആണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ഞങ്ങളുടെ ഫ്രണ്ട് ഇസുക്ക് മിത്തോറിയുടെ അടുത്തേക്ക് എത്താനായിട്ട് ഞങ്ങൾ ഒരിക്കലും നിന്നെ അനുവദിക്കില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. 15 മിനിറ്റ് മുൻപ് ആ ഒരു മാൻ മാക്കിയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബേസ് കാണിക്കും. അവിടേക്കാണെങ്കിൽ ഒരു വില്ലൻ വന്ന് വലിയ അൾട്രാ സൗണ്ട് പവർ അതുപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും അനങ്ങാൻ കഴിയാത്ത രീതിയിൽ ഫ്രീസ് ആക്കി നിർത്തും. സൗണ്ട് ലേഡിക്കാണെങ്കിൽ കാര്യം മനസ്സിലാവും. അവൻ അങ്ങനെ സൗണ്ട് വേവ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു കണ്ടെയ്ൻമെന്റ് സോണ് അത് തകർന്ന് ആ മാക്കിയ ട്രൈബ് മാൻ പുറത്തേക്ക് വരുമെന്ന് മൗണ്ട് ലേഡിക്ക് ഓൾറെഡി കയ്യിൽ നിന്ന് അടി കിട്ടിയ ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഒരു വില്ലനെ തടയാനായിട്ട് അവള് അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. പക്ഷെ അടുത്ത നിമിഷം അവരുടെ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തി കണ്ടെയ്ൻമെന്റ് സോൺ തകർത്ത് മാക്കിയാണെങ്കിൽ പുറത്തേക്ക് വന്ന് അവൾ അറ്റാക്ക് ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഷോക്കായ കരീഷ്മയാണെങ്കിൽ ഇപ്പൊ പർപ്പിൾ തലയൻ ജിൻസോയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അവന് ഫൈറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് തന്നെ സേഫ് ആയ ഒരു സ്ഥലത്താണ് അവനെ അവർ നിർത്തിയത്. അവനാണെങ്കിൽ പർപ്പിൾ തലയൻ ജിൻസോ ഉള്ള സ്ഥലത്തേക്ക് വന്ന്, ജിൻസോ എത്രയും വേഗം നീ ആ മാക്കിയെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് പറയും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ സാക്കട മോൺസ്റ്റർ അവനാണെങ്കിൽ ഇപ്പൊ പർപ്പിൾ തലയും ജിൻസോയെ ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അവൻ ഫുൾ ആറ്റിറ്റ്യൂഡിൽ പറയും, മാക്കിയ ട്രൈബ് മാൻ അവൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിനി ഒരിക്കലും ജയിക്കാനായിട്ട് കഴിയില്ല. ജയം അത് സുനിശ്ചിതമായിട്ട് ഞങ്ങളുടെ പക്കൽ തന്നെയായിരിക്കും. എഴുന്നേറ്റ ഇനി ആരെ കൊണ്ട് ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് കഴിയില്ല. ആക്ച്വലി ഈ ഒരു സാക്കട മോൺസ്റ്റർ അവൻ ആരെങ്കിലും ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കും. അങ്ങനെ ഒളിച്ചിരിക്കാനായിട്ട് സ്ഥലം അന്വേഷിച്ചപ്പോഴാണ് അവിടെ വെച്ച് ജിൻസോയെ കണ്ടെത്തിയത്. ഇവിടെ ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോ അവളുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റ്. അതേസമയം ഇവിടെ കരീഷ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ സേവ് ചെയ്യാൻ വേണ്ടി ആ ഒരു മോൺസ്റ്ററുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇവിടെ അവനാണെങ്കിൽ മൗണ്ട് ലേഡിയെ മൊത്തത്തിൽ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന അതേസമയം അവിടേക്ക് ചാടി വന്ന് ആസിഡ് പവർ ഉപയോഗിച്ച് അവന്റെ കൈ മുഴുവനായിട്ട് നശിപ്പിച്ചു കളയും. അതിനുശേഷം ആ സാക്കട മോൺസ്റ്ററിന്റെ ദേഹത്തേക്കും ആസിഡ് കൊണ്ടുവന്ന് ഒഴിക്കും. അവനാണെങ്കിൽ ആ ആസിഡിൽ പെട്ട് വെന്തുരുകും. അവനാണെങ്കിൽ പർപ്പിൾ തലേനെ വിട്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ആ ആസിഡിൽ മുഴുവനായിട്ടും അവൻ നശിച്ചു പോവാണ്. ഇവിടെ അവളാണെങ്കിൽ വിടാതെ നൈറ്റിനെ ഇൻസ്പയർ ആയിട്ട് എടുത്ത് ആ വില്ലന്മാരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ട്രൈബ് മാൻ ആണെങ്കിൽ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ഇപ്പോ ആൽഫാർ വണ്ണിന്റെ ശബ്ദം അവൻ കേൾക്കുക. അത് കേട്ട് അവൻ ഒരു സെക്കൻഡ് സ്റ്റോപ്പായി അവിടേക്ക് നോക്കും. ആ ശബ്ദം ഉപയോഗിച്ചത് മറ്റാരുമല്ല നമ്മുടെ പർപ്പിൾ തലയൻ ജിൻസോ. അടുത്ത നിമിഷം ട്രൈബ് മാൻ മാക്കിയാണെങ്കിൽ ഇപ്പൊ അവന്റെ കൺട്രോളിലായി ആ വില്ലന്മാരെ എല്ലാം തല്ലി കൊല്ലുകയാണ്. ഇവിടെ ആണെങ്കിൽ അവളുടെ പവർ കൂടുതലായിട്ട് ഉപയോഗിച്ച് ഡീഹൈഡ്രേറ്റഡ് ആയി താഴേക്ക് വീഴുകയാണ്. ഉടനെ
കരീഷ്മയാണെങ്കിൽ അവൾ അങ്ങനെ എടുക്കും. സോറി, എനിക്ക് നിന്നെ സഹായിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതിനുശേഷമായിരിക്കും അവരെല്ലാവരും ചേർന്ന് ആൽഫാർ വണ്ണിനെ തകർക്കാനായിട്ട് അവിടേക്ക് പോവുക. കട്ട് ചെയ്ത ഇപ്പോൾ പ്രസന്റിൽ എല്ലാവരും ചേർന്ന് ആൽഫാർ വണ്ണിനെ അറഞ്ചം പുറഞ്ചും അടിക്കും. പക്ഷെ അവനാണെങ്കിൽ യങ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ തന്റെ ക്വിക്സ് പവർ ഇപ്പോൾ വളരെ എഫക്റ്റീവാണ്. ആ പവർ ഉപയോഗിച്ച് അവൻ നമ്മുടെ ആൾക്കാരെ എല്ലാം ദൂരേക്ക് അടിച്ച് തെറിപ്പിക്കും. ഇതാ മാക്കിയാണെങ്കിൽ ഇപ്പോൾ ആൽഫാർ വണ്ണിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അവനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇതെങ്ങനെ സംഭവിച്ചു, ഇവനെ കൊണ്ട് എങ്ങനെ മാക്കിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആവും. ആ സമയം ഔണ്ട് ലേഡി അവിടേക്ക് വന്ന് ആൽഫാർ വണ്ണിനെ അറഞ്ചം പുറഞ്ചം അടിക്കുകയാണ്. പക്ഷെ അവന്റെ ക്വിക്സ് പവർ പുറത്തേക്ക് റിലീസ് ആവുന്നതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് അവന്റെ അടുത്തേക്ക് പോകാനായിട്ട് കഴിയില്ല. ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാം അത്ഭുതത്തോടു കൂടെ പർപ്പിൾ തലേന്റെ മാനിപ്പുലേഷൻ ടെക്നിക്ക് അതിനെക്കുറിച്ച് പ്രശംസിക്കും. ഇത്രയും വലിയ ആ ട്രൈബ് മാൻ മാക്കിയെ അവനെ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല. യൂഗോ ഫാമിലിയെയും ഇപ്രകാരം നമ്മുടെ ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് ആൽഫാർ വൺ തിരിച്ചറിയും. ഉടനെ ആൽഫാർ വൺ ആണെങ്കിൽ മാനിപ്പുലേഷൻ ടെക്നിക്ക് അത് ഇറേസ് ചെയ്യാനുള്ള പവർ അതിപ്പോ ട്രൈബ് മാൻ മാക്കിക്ക് നേരെ ഉപയോഗിക്കുകയാണ്. അത് ട്രൈബ് മാന്റെ മേലെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം പർപ്പിൾ തലേൻ യൂസ് ചെയ്ത ആ ഒരു മാനിപ്പുലേഷൻ ടെക്നിക്ക് അത് ഇറേസ് ആയി അവൻ ബാക്ക് ടു നോർമൽ ആവും. ട്രൈബ് മാൻ മാക്കിയാണെങ്കിൽ ഇപ്പൊ ആൽഫാർ വണ്ണോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഇത്രയും കാലവും അന്വേഷിച്ചു വരാതിരുന്നത്, എന്നെ ഒറ്റയ്ക്കാക്കി പോയത് എന്തിനാണ്? അത് കേട്ട് ഓക്സ് ഞെട്ടും. കാരണം അവൻ ഇപ്പോഴും ആ പർപ്പിൾ തലേന്റെ മാനിപ്പുലേഷനിൽ തന്നെയാണ്. പിന്നെങ്ങനെ അവൻ ഇപ്രകാരം സംസാരിക്കാനായിട്ട് കഴിയുന്നു? അപ്പോഴായിരിക്കും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക. ഫ്ലാഷ് ബാക്കിൽ ആ ഒരു മാക്കിയ ട്രൈബ് മാൻ അവൻ ചെറുപ്പത്തിലെ ആൽഫാർ വണ്ണിന്റെ കൂടെയാണ് ജീവിച്ചു വന്നത്. അതിനുശേഷം ഏതോ ഒരു മിഷന്റെ പേരിൽ ആൽഫാർ വൺ ആ ഒരു ട്രൈബ് മാനെ വിട്ടിട്ട് പോയി. അവസാനമായിട്ട് ആൽഫാർ വൺ അവനോട് പറഞ്ഞത്, ഒന്നുകിൽ ഞാൻ മടങ്ങി വരും, അതല്ല എങ്കിൽ എന്റെ ഫോളോവർ അവൻ ഇവിടേക്ക് മടങ്ങിയെത്തും എന്നാണ്. ഫോളോവറായിട്ട് അവന്റെ അടുത്തേക്ക് വന്നത് ഡബോറയാണ്. അവരുടെ രണ്ടുപേരുടെ സ്മെല്ല് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. പക്ഷെ ട്രൈബ് മാൻ മാക്കിയയ്ക്ക് എന്നും സ്നേഹവും കൂറും അത് ആൽഫാർ വണ്ണിനോട് മാത്രമായിരുന്നു. ഇപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആൽഫാർ വണ്ണിനെ നേരിട്ട് കണ്ട ട്രൈബ് മാൻ ആണെങ്കിൽ പൊട്ടിക്കരയും. എന്തിനാണ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോയത്, എന്തുകൊണ്ട് എന്നെ തിരികെ പിടിക്കാനായിട്ട് നിങ്ങൾ വന്നില്ല എന്ന് ചോദിച്ച് അതങ്ങനെ കരയും. ഇവിടെ പർപ്പിൾ തലയും ജിൻസോ ആണെങ്കിൽ വണ്ടർ അടിക്കും. കാരണം രണ്ടാമതാണ് ഒരാൾ അവന്റെ ആ ഒരു മാനിപ്പുലേഷൻ ടെക്നിക്കിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത്. ആദ്യ ഇസുക്ക്, രണ്ടാമത് മാക്കിയ. ആക്ച്വലി മാക്കിയുടെ ഇമോഷൻസ് കൊണ്ടാണ് അവൻ ഇപ്രകാരം എല്ലാം സംസാരിക്കുന്നത്. അവൻ ആൽഫാർ വണ്ണിനെതിരായിട്ട് തന്നെയാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അവർ മനസ്സിലാക്കിയതിന് ശേഷം അവരെല്ലാവരും പൊരിഞ്ഞ ഫൈറ്റ്. അപ്പൊ അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത മുകളിൽ ഹെലികോപ്റ്റർ ആണെങ്കിൽ അറഞ്ചം പുറഞ്ഞ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ മറ്റാരുമല്ല, മീഡിയാസ് ആണ്. ജനങ്ങളിലേക്ക് ഈ ഒരു ഹീറോസിന്റെ സാഹസികത അത് എത്തിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മീഡിയാസ് ഇപ്പോൾ ചെയ്യുന്നത് വലിയ അപകടം പിടിച്ച കാര്യമാണെങ്കിലും അവർക്ക് എന്ത് വില കൊടുത്തും ഇത് ജനങ്ങളെ അറിയിക്കണം. അതിനുവേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്യുന്നത്. തോറ്റുപോയിട്ടില്ല, അവരിപ്പോഴും പ്രതീക്ഷയോടുകൂടെ പോരാടുകയാണെന്നുള്ള കാര്യം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും പ്രതീക്ഷ അറ്റുപോയവരിൽ പുതിയ പ്രതീക്ഷ അത് കൊണ്ടുവരാനുമാണ് മീഡിയ ശ്രമിക്കുന്നത്. ഇവിടെ പ്രധാന ഹീറോ മറ്റാരുമല്ല, ഇസുക് മിത്തോറിയാണ്. അവന്റെ പവറും അവന്റെ സ്ട്രെങ്ത്തും അതെപ്രകാരം ജനങ്ങൾക്ക് പോസിറ്റീവായി ലഭിക്കുമെന്ന് കാണിക്കാനാണ് ഇപ്പോൾ അവർ ഇത്രയും റിസ്ക് എടുത്ത് അതെല്ലാം തന്നെ വിഷ്വൽ കോഡ് ചെയ്യുന്നത്. അടുത്തുണ്ടായിരുന്ന മറ്റൊരു ഹെലികോപ്റ്ററിലെ ഒരു റിപ്പോർട്ടർ ആണെങ്കിൽ ആ ഒരു ട്രൈബ് മാൻ മാക്കിയെ തന്നെ സൂം ചെയ്യും. അവനാണെങ്കിൽ ഇപ്പൊ ആ മാക്കിയെ കാണുമ്പോൾ ഒരുപാട് ദേഷ്യവും വിഷമവും ഒക്കെ തോന്നുകയാണ്. കാരണം അവൻ ഓടിയ ആ ഓട്ടത്തിൽ അവന്റെ ഗ്രാൻഡ്മയും അമ്മയെയും ആ മാക്കിയ ട്രൈബ് മാൻ ചവിട്ടി കൊന്നു കളഞ്ഞിരുന്നു. തൊട്ടടുത്തുള്ള പെൺകുട്ടിക്കും ഇപ്പോൾ നടക്കുന്ന ഫൈറ്റൊക്കെ കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നും. കാരണം സൂപ്പർ ഹീറോസ് ഈ ലാസ്റ്റ് നടന്ന ഫൈറ്റിൽ ഒരുപാട് എൻകൗണ്ടർ ചെയ്യപ്പെട്ടതാണ്. ഒരുപാട് സൂപ്പർ ഹീറോസ് അവരുടെ പൊസിഷൻ പോലെ റിസൈൻ ചെയ്തു. ഗവൺമെന്റും എല്ലാം തന്നെ സൂപ്പർ ഹീറോസിനെ കുറ്റപ്പെടുത്തി. സോ അവരെല്ലാവരും കാണാനുള്ള കാഴ്ചയാണിതെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ലൈവായിട്ട് അത് ലോകത്തുള്ള ജനങ്ങളെയും ഗവൺമെന്റിനെയും എല്ലാം കാണിക്കും. ജനങ്ങളും ഗവൺമെന്റും ആ കാഴ്ച കണ്ട് ഭയക്കും, അമ്പരക്കും, വിഷമിക്കും. ഇവിടെ മൗണ്ട് ലേഡി ആണെങ്കിൽ അറഞ്ചം പുറഞ്ചം ആ ആൽഫാർ വണ്ണിനെ ആഞ്ഞടിക്കുകയാണ്. അടുത്ത നിമിഷം എന്തോ ഒന്ന് അവളുടെ വയറിന്റെ ഒരു ഭാഗം തന്നെ കടിച്ചെടുത്ത് കൊണ്ടുപോവാണ്. കാക്കത്തലേനാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് കൺട്രോൾ പോവാതെ വീണ്ടും വീണ്ടും ആൽഫാർ വണ്ണിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ആൽഫാർ വണ്ണിനെ കാണിക്കും. 4 പേരും ചേർന്ന് അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവൻ എങ്ങായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവന്റെ പവർ അങ്ങനെ കൂടി വരികയാണ്. ആൽഫാർ വൺ ആണെങ്കിൽ അവന്റെ സകല സ്ട്രെങ്ത് ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ അട്ടിച്ച് ദൂരേക്ക് തെറിപ്പിക്കും. അതിനുശേഷം കാക്കത്തലേന് നേരെ തിരികെയാണ്. അവന്റെ ഈ ഡാർക്ക് പവർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ക്വിക്സ് പവർ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, അത് ഞാൻ അബ്സോർബ് ചെയ്തെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവന്റെ നേർക്ക് തിരിയും. അപ്പോഴായിരിക്കും ഓക്സ് അവന്റെ മുൻപിലേക്ക് കടന്നു വന്ന് അവനെ അറ്റാക്ക് ചെയ്യുക. പക്ഷെ അടുത്ത നിമിഷം ആൽഫാർ വൺ ആണെങ്കിൽ അവനെ കഴുത്തിന് പിടിച്ച് അങ്ങനെ ഉയർത്തിയെടുത്ത് ഇപ്പൊ അവന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അവന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കും തോറും ആൽഫാർ വണ്ണിനാണെങ്കിൽ പതിയെ ഓക്സിനെ പോലെ തന്നെ ചിറക് മുളച്ചു വരും. അവന്റെ പവർ എടുത്തതിന് ശേഷം കാക്കത്തലേന്റെ പവർ എടുക്കാനാണ് അവൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഉടനെ മിനിട്ടോ ആണെങ്കിൽ മുൻപോട്ടേക്ക് വരും, നിനക്ക് എന്റെ പവർ എടുക്കാം,
അവർക്ക് പകരം ബലിയാടാവാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഈ പവറുകൾ നിന്നിലേക്ക് ലഭിക്കുന്നു പറഞ്ഞ് അവൻ തല താഴ്ത്തി നിൽക്കും. അൽഫാർ വൺ ആണെങ്കിൽ വീണ്ടും വീണ്ടും യങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മീഡിയാസ് ആണെങ്കിൽ ഇതെല്ലാം തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഓക്സിന് സ്കൂളിലുള്ള ജനങ്ങളെ ഓർത്താണ് ഒരുപാട് ടെൻഷൻ. കാരണം അവരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ഇതുവരെ ആ ടീം അവിടേക്ക് എത്തിയിട്ടില്ല.